ഇന്നത്തെ ഒരു ദിവസമല്ലേ നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. തിരക്കാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വിറക് കിട്ടി. അതുകൊണ്ട് ആ തിരക്കൊക്കെ ഒരു സന്തോഷമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ രാധേട്ടയുടെ വീട്ടിലേ തേങ്ങ ഇടാൻ വന്നപ്പോൾ അവിടെ പട്ടത്തണ്ടും ചകിരിയൊക്കെ ഉണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടി പോയിട്ടാ. അത് എടുത്ത് അങ്ങോട്ട് നോക്കിയേക്ക്. ഞാൻ കാണിച്ചു കൊടുക്കേ, ഞാൻ കാണിച്ചു കൊടുക്കേ. നിങ്ങൾ അങ്ങനെ പറയുകയേ ചെയ്യരുത്. വാ അല്ലേ സുകന്യെ? ഇതാണ് പട്ട, കണ്ടില്ലേ? ഓല. ഇത് ഇത്രയും ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ. ഇനി നമുക്കിത് മഴ സമയമാകുമ്പോഴേക്കും വെട്ടി ഒരു അവിടെയുണ്ട്. ഇനി ഇത് വെട്ടിയിട്ട് നമുക്കില്ലേ, ആഞ്ഞ് വെട്ടിയിട്ട് ഓരോ കെട്ടുകളായി വെട്ടി കഴിഞ്ഞു വെച്ചാൽ മഴക്കാലത്ത് നമുക്ക് വിറകിൻ്റെ ആവശ്യത്തിന് എടുക്കാമല്ലോ. അപ്പോൾ പട്ട വേഗം വെട്ടുന്ന കണ്ടപ്പോൾ തന്നെ രാവിലെ പോയി. അതുകൊണ്ട് കൂട്ടാനൊന്നും വെച്ചിരുന്നില്ല. ഇന്നലത്തെ മീൻകറി കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഇനി ഒരു മാങ്ങാച്ചാറ് കൂട്ടിയിട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിക്കും. ഇതാരാ വന്നിക്കണ കണ്ടോ? അമ്മ. കുറേ പേര് ചോദിച്ചിരുന്നില്ലേ അമ്മേനെ കാണിക്കണോ പ്രത്യേകിച്ച് അമ്മ വരവില്ലേന്ന്. അമ്മ ഇപ്പോൾ നോമ്പായതും കൊണ്ട് അമ്മ പണിയെടുക്കുന്നോടത്ത് നോമ്പല്ലേ, അപ്പം അത് കാരണം അമ്മയ്ക്ക് വരാൻ പറ്റാറില്ല കേട്ടോ. ഇന്നിപ്പോൾ അമ്മ എന്താ വെച്ചാൽ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ആ മാങ്ങ കൊണ്ടുവന്നേരാൻ വേണ്ടിയിട്ട് അമ്മ വന്നതാണ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ പ്രാവശ്യവും എൻ്റെ ഈ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം എത്ര വർഷമായി? 19 വർഷം. ഈ 19 വർഷം ആവണം കേട്ടോ. ഈ 19 വർഷം ആവുന്ന വരെ ചക്കക്കാലത്ത് ചക്കയും മാങ്ങക്കാലത്ത് മാങ്ങി എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തരും. അത് കൊണ്ടുവന്ന് തന്നിട്ടില്ലെങ്കിലേ സമാധാനം ഉണ്ടല്ല. എൻ്റെ അച്ഛൻ മരണപ്പെടുന്നതിൻ്റെ എൻ്റെ വീട്ടിലൊന്നുമില്ല കേട്ടോ, ചക്കി മാങ്ങിയൊന്നുമില്ല. പക്ഷെ എൻ്റെ അമ്മ പണിയെടുക്കണോടത്തുനിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അച്ഛൻ മലപ്പുറത്തുനിന്ന്, അച്ഛൻ മരിക്കണ ആ ഒരു വർഷമല്ല, മലപ്പുറത്തുനിന്ന് ഇടിച്ചക്ക കിട്ടിയിട്ട് ഇടിച്ചക്ക കൊണ്ടുവന്നിട്ട് അച്ഛൻ ഇവിടെ കൊണ്ടുവന്നു. ഇടിച്ചക്കി തണ്ണിമത്തൻ ലാസ്റ്റ് അച്ഛൻ അങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ വന്നേക്കണ അജിയേട്ടൻ്റെ വീട് കഴിച്ചിട്ട് അന്നൊക്കെ അച്ഛന് വയ്യ. അച്ഛന് സ്വന്തമായിട്ട് ഒറ്റയ്ക്കേ പാൻറ്റൊക്കെ ഇട്ട് നല്ല ഷർട്ടൊക്കെ ഇട്ടിട്ട് അച്ഛങ്ങനെ 2 കവറൊക്കെ തൂക്കിയിട്ട് ഇങ്ങോട്ട് വന്നത് എനിക്ക് എൻ്റെ കണ്ണിൽ എപ്പോഴും അങ്ങനെ തോന്നിട്ട്. ഒരു കാപ്പി കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് അച്ഛൻ വരിക, ഒരു കറുപ്പ് പാൻറ്റും, നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളതാണേ. അച്ഛനെ കാണുമ്പോൾ എല്ലാവരും പറയും വെയിറ്റ് കാരണമാണോ എന്നുള്ളത്. സുകന്യക്കൊന്നും കാണാൻ യോഗമില്ല. അച്ചു കണ്ടിട്ടില്ല കേട്ടോ. ഇന്ന് വിറക് വെറുക്കാൻ പോയപ്പോഴേ ഞാൻ സുകന്യെ വിറക് വറുക്കാൻ വാടി പറഞ്ഞേ, സുകന്യക്കില്ലേ കുറച്ചു നേരമൊക്കെ ചീമ്പിക്കില്ല ഏട്ടാ, ക്ഷീണം വരിക. സുകന്യ ക്ഷീണിക്കുക. സുകന്യയുടെ എണ്ണ കണ്ടോ? കാണിച്ചേട്ട് പച്ചരി ഉഴുന്നും ഇതിൽ വെളിച്ചെണ്ണ ചോദിക്കണേ. അതൊക്കെ ട്രൗസർ അങ്ങോട്ട് പാലക്കാട് ജംഗ്ഷൻ അവിടെ എത്തിയപ്പോ ഇനി അതൊന്നും എണ്ണ വേറെ എനിക്കറിയില്ല. ഉലുവി അരിമാവും ഇന്ന് സുകന്യക്കില്ലേ അത് വിറക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ അവൾക്ക് ക്ഷീണായിട്ടോ. എന്നാ പിന്നെ വിറക് കുറച്ച് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോയിലാണ് കേട്ടോ ഏട്ടൻ ചകിരിയൊക്കെ കൊണ്ടുവന്ന് അവിടെ പെറുക്കി നിറക്കി മാത്രമേ വേണ്ടുവന്നുള്ളൂ. ഫുൾ ചകിരി ഓട്ടോയിലാണ് കൊണ്ടുവന്ന്. അനിയേട്ടൻ പിന്നെ അതേപോലെ തന്നെ അനിയേട്ടൻ പിന്നെ ഒന്ന് ചെയ്തു, ഒരു 10 പട്ടയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് കയറിട്ടിട്ട് കെട്ടിയിട്ട് വലിച്ചങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മൾ 4 കൊണ്ടുവന്നത് വേഗം അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതായിട്ടോ. ഇതെന്താ അടുപ്പത്തെന്ന് അറിയോ? അമ്മ വന്നതിന്റെ സ്പെഷ്യലാണ് ചിക്കൻ. അപ്പൊ ഞാൻ ഉച്ച കഴിയുമ്പോ കൂട്ടാൻ വെക്കാത്ത കൊണ്ട് ഞാൻ വൈകുന്നേരത്ത് മുളക് വറുത്ത പുളി സ്രാവ് മീൻ വറുത്തതും മുളക് വറുത്ത പുളി വെക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ പിന്നെ അമ്മ വന്നത് കൊണ്ട് എന്തായാലും ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ അമ്മും പറയാൻ തുടങ്ങി, അമ്മ ചിക്കൻ എന്തമ്മ ചിക്കൻ വാങ്ങാത്തന്ന്. ഇവിടെ ഈ മുട്ടക്കോഴി ഇല്ലേ, മുട്ടക്കോഴി 100 രൂപയ്ക്ക് കിട്ടും കേട്ടോ. 100 രൂപ കൊടുത്താൽ മീൻ കിട്ടുമോ 100 രൂപയ്ക്ക്? അപ്പോൾ ഇളനീരോ ഇപ്പൊ കിട്ടണ്ട. 100 രൂപയ്ക്ക് കോഴി കിട്ടും. നമ്മൾ മീൻ വാങ്ങിച്ചാൽ 160 രൂപ വരില്ലേ? മുട്ടക്കോഴി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഇന്നാള് വാങ്ങിയാൽ മുട്ട ഉണ്ടായിരുന്നു, അല്ലാത്തതിൽ മുട്ട ഉണ്ടാവില്ല. മുട്ടക്കോഴി 1 കിലോന് 100 രൂപയ്ക്ക്. രസണ്ട്, ഇറച്ചിണ്ടേ. എനിക്കിഷ്ടല്ല, നാടൻ കോഴിയുടെ ടേസ്റ്റ് വരും. അതിന് നമ്മൾ കാണുന്നില്ലല്ലോ. കാരണം ഇവിടെ കൊണ്ടുവന്നുമ്പോ ഏട്ടനല്ലേ കാണുന്നുള്ളൂ, ഞങ്ങൾ കാണുന്നില്ലല്ലോ. കൊത്തി നുറുക്കിയിട്ടല്ലേ കൊണ്ടുവരിക.
എനിക്ക് കാണണ്ട. അങ്ങനെ ഇപ്പൊ നമ്മുടെ ഇത് മുട്ടക്കോഴിയല്ല കേട്ടോ, എന്നാലും നമ്മൾ വാങ്ങിയത് മുട്ടക്കോഴിയാണ്. അനിയന് വാങ്ങിത്രേ നമ്മൾ പറയുന്നത് കേട്ടിട്ട്, വാങ്ങിക്കോളാൻ പറഞ്ഞിട്ട്. ഇതാണ്ടോ അത് ചാറായിട്ട് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് രസം ഉണ്ടായി. അമ്മ ചാത്തപ്പല്ലേ, ചാത്തപ്പൻ ചാത്തപ്പന്ന് വലിയ ചാതപ്പല്ലേ അത് ആദ്യം ഉണ്ടായിരുന്നില്ലേ, ഇത് തൊഴിലോ മറ്റേത് കൊത്തിട്ട് ചോര അവനെ നല്ല കൊത്തല്ലേ. 4 പട്ടണ എങ്ങനെ ഗിജാജിന്റെ എങ്ങനെ മേടിച്ചു കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്ന. അതിനാ കൂട് വേറെ കൂടുണ്ടാക്കണേ. കൂടിന്റെ ഉള്ളിൽ കൂടെയാണ് പ്ലാവ് വരുന്നത്. പ്ലാവല്ല മറ്റേ വാഴ. ചാത്തപ്പൻ നട്ടുണ്ട് കൊഴഞ്ഞു കുത്തി ഇതെങ്ങനെ കിടക്കണത്. ഞാന് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ പോയില്ല. എന്നിട്ട് ഞാനല്ലേ കുറച്ച് വെള്ളം കൊടുത്തു. അപ്പൊ ഞാൻ ചാത്തപ്പനെ പിടിച്ച് പൊന്തിച്ചപ്പോഴേക്ക് മറ്റു ചാത്തപ്പൻ ചാത്തപ്പൻ ഇന്ന് ഞാൻ വിചാരിച്ചുട്ടോ ചാത്തപ്പന്റെ ജീവൻ പോയിന്ന്. ചൂട്ടുന്ന് ഇങ്ങനെ ചോര ഇങ്ങനെ കുരിഞ്ഞിങ്ങനെ ഒഴുകുക. എന്നിട്ട് അവന്റെ കണ്ണൊക്കെ ഇങ്ങനെ തുറച്ചു വന്നപ്പോ വിചാരിച്ചു ഞാൻ. എന്നിട്ട് അനിയേട്ട എടുത്ത് പറഞ്ഞു, അനിയേട്ടാ പോയി തോന്നുന്നുണ്ട് പറഞ്ഞു. പിന്നെ അച്ചു അതിനെ കൂട്ടിലിട്ട് വെള്ളമൊക്കെ കൊടുത്തപ്പോ അവള് ഉഷാറായി. ഇപ്പൊ ചൂട്ട് കണ്ടു നോക്കണം, അവന്റെ ചോപ്പ് കളർ പോയിട്ടില്ലേ, ചോര കട്ട പിടിച്ചിട്ട്. എന്താ പറഞ്ഞിട്ടാ 2 ചേവലുണ്ടെങ്കിൽ, അച്ഛനാണ് കേട്ടോ പറയാ, 2 ചേവലുണ്ടെങ്കിൽ ഒരു ചേവലിനെ കൊല്ലണം എന്നുള്ളത് പറയാ. ഒന്നിനെ നമ്മക്കിത് മനസ്സ് വരണ്ടേ. പിന്നെ അതുകൊണ്ട് പക്ഷെ ചാത്തപ്പല്ലേ നമ്മുടെ വീഡിയോയുടെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് ആ കവനാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഒരു വെള്ള ചാത്തപ്പുണ്ടായിരുന്നു. അച്ഛനുള്ള സമയത്ത് അച്ഛൻ മുൻഷീനെ പോലെ ഈ കോഴിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വെള്ള ചാത്തപ്പനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കുറെ വീഡിയോയില് ആ വീഡിയോയില് നമ്മുടെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു നമ്മുടെ വെള്ളച്ചാത്തപ്പന്റെ കൂവല്. നമ്മൾ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പ അവൻ കൂക്കും. അതേപോലെ കേട്ടോ നമ്മുടെ ഈ ചാത്തപ്പല്ലവാ. പിന്നെ വെള്ളച്ചാത്തപ്പനെ ആരോ പിടിച്ചും കൊണ്ട് പോയിട്ടോ, പിടിച്ചും കൊണ്ട് പോയി. ആരെ പിടിച്ചും കൊണ്ട് പോയി എന്നറിയില്ല, പിടിച്ചിട്ട് പോവുകയായിട്ട്. ഇപ്പൊ നമ്മുടെ ഈ ചോപ്പൻ ചാത്തപ്പല്ലേ, അവനെ വേണമെങ്കിൽ നമുക്ക് പിടിച്ചാലില്ലേ ആർക്ക് വേണമെങ്കിലും പിടിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കുട്ടികളെ നോക്കണ പോലെ അവരെ നോക്കി അവർ നമ്മുടെ കയ്യിൽ നിന്ന് തിന്നും കൊണ്ട്. ഇപ്പം ആരെങ്കിലും വന്നിട്ടുണ്ട് ചാത്തപ്പ ഒന്നാ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അവൻ പോയി തിന്നും. അപ്പോൾ അവനെ പിടിക്കാൻ സുഖമല്ലേ. അനിയേട്ട അവിടെയൊക്കെ പോയിട്ട് വേണം പിടിച്ചിട്ട് വരുന്നു. 2 കാലൊക്കെ പിടിച്ചിട്ട് വരേ വലുതിനേ. വലുത് അവനെ നമ്മളായിട്ട് ഇണങ്ങി പോയില്ലേ അമ്മ നല്ല രീതിയില്. അപ്പോൾ മറ്റേതൊന്നും ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഒരാടുണ്ടായിരുന്നു നമ്മുടെ വീട്ടില്. ഇവിടെ ഏട്ടന് ഓർമ്മ ഉണ്ട് അത്. ഒരാടുണ്ടായിരുന്നതാണേ നമ്മുടെ വീട്ടിൽ. അച്ഛല്ലേ അതിന് ഇറച്ചി ചോറൊക്കെ ഇങ്ങനെ നമ്മൾ പപ്പൂന് ചോറ് കൊടുക്കില്ലേ, അതുപോലെ കുഴച്ച് പാത്രത്തിൽ ഇറച്ചിയൊക്കെ ഇട്ടിട്ട് ചോറ് കൊടുക്കുമ്പോൾ ഇല്ലേ അത് ഇറച്ചിയുടെ എല്ല് കഴിക്കണം. അന്നൊക്കെ നാടൻ കോഴി മാത്രമല്ല കറുമുറേ പറഞ്ഞിട്ട് കഴിക്കണം കേട്ടോ. പിന്നെ ഈ അനിയേട്ടനൊക്കെ ഇവരങ്ങനെ പിടിച്ചതായിട്ട് ലാസ്റ്റ് നമ്മൾ ആടിനെ പെങ്ങള് പ്രസവത്തിന്റെ സമയമായപ്പോഴാണ് കേട്ടോ നമ്മൾ ആടിനെ കൊടുത്തത്. കാരണം നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇരട്ടക്കുട്ടികളും ആയിരുന്നില്ല, നോക്കാൻ പറ്റില്ല പറഞ്ഞിട്ട്. അതുവരെ നമ്മുടെ വീട്ടിൽ നിറയെ 10-15 ആടുകൾ ഉണ്ടായിരുന്നു. പിന്നെന്താ അവര് ഇവിടെ ഈ പിള്ളത്തിൻ്റെതൊന്നുമില്ലേ ഇങ്ങനെ ചോടന്ന് കാണാൻ നല്ല രസമാണ്. ഞാൻ എന്നിട്ട് ഇപ്പൊ വിചാരിക്കാറുണ്ട് കേട്ടോ നമുക്ക് ആടിനെയൊക്കെ ഒന്ന് വാങ്ങണം എന്നുള്ളത്. പക്ഷെ നമുക്ക് അതിനുള്ള നോക്കാം. ഇവിടെ പന്നിച്ചെള്ള് നമ്മുടെ പപ്പൂന്റെ മേത്തടക്കം പന്നിച്ചെള്ളുണ്ടാവും കേട്ടോ. അവനെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കുളിപ്പിച്ച് ഇതായിട്ടില്ലെങ്കിൽ ഈ ചെവിയുടെ ഇത് കൂടെയൊക്കെ പിടിച്ചിട്ടേ. കാരണം ഇവിടെ പന്നികളും കൊണ്ട് അല്ലേ, അതും കൊണ്ട് നമ്മുടെ പശുവിനെ തന്നെ നമുക്ക് കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്നറിയോ, അവരുടെയൊക്കെ മേത്ത് ഇങ്ങനെ പന്നിച്ചെള്ള് ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അവറ്റങ്ങൾക്ക് എന്തോ ഒരു സഞ്ചാരം അടിക്കല പറഞ്ഞിട്ട്. കോഴികളുടെ മേത്ത് മാത്രം എന്താണെന്നറിയില്ല, കാണുന്നില്ല അല്ലമ്മ. നമ്മുടെ ചിക്കൻ കറി ഇല്ലേ ആയിട്ടോ. എന്താണ്ടോ ചിക്കൻ കണ്ടാക്കതിൻ്റെ കളറ്. തേങ്ങ നിറച്ചില്ല കേട്ടോ. വേഗം പലഹാരം പോയി പൊറോട്ട വാങ്ങിട്ട് വരും. അല്ല പറയും ഞാനാണോ പറഞ്ഞു, നിങ്ങളുടെ മരുമകനല്ലേ പറഞ്ഞു പലഹാരം വേണ്ടേന്ന്. മതിയോ വയറ് നിറഞ്ഞില്ലേ? ചേച്ചി ഓ കഴിക്കാൻ നോക്കി. ബാ മമ്മ ബാ കഴിക്കാൻ ചാമ്മ.
അമ്മയ്ക്ക് ചോറ് വേണ്ടേ? ചൂടുള്ള ചോറാ. അമ്മ എനിക്ക് കരൾ വേണം. കരൾ എൻ്റെ കരളും നിനക്കാണ് കേട്ടോ. ചിക്കൻ്റെ കരളും നിനക്കാണ് കേട്ടോ. എൻ്റെ കരളിപ്പോൾ ഇല്ല, എത്ര പേർക്ക് 6 പേർക്ക് പങ്കിട്ട് കൊടുക്കണ്ടേ? പപ്പടം അമ്മുട്ടിയേ അച്ഛന് കിഡ്നി വേണം അച്ഛാ. അമ്മടെ എന്താ സതിയേട്ടൻ ഉച്ചക്ക് ചിക്കൻ തന്നെയാണോ കഴിച്ചത്? പപ്പടം പിന്നെ എന്തിനാ കാച്ചിയത്? ആ കുട്ടിക്ക് പപ്പടം കൊണ്ടുപോ. അമ്മ TV കണ്ടുകൊണ്ടിരിക്കുക. അയ്യോ നിങ്ങളൊക്കെ ഇംഗ്ലീഷുകാർക്കല്ലേ? ഇംഗ്ലീഷ് പടല്ലേ പറ്റും നിങ്ങൾക്ക്? എല്ലാവർക്കും വേണ്ടവർക്ക് അവർക്ക് എടുത്തോട്ടെ. നമ്മൾ ഇതായി അമ്മയ്ക്ക് കൊടുക്ക്. അമ്മ എൻ്റെ അമ്മ വെച്ചത് എന്നാന്ന് അമ്മയ്ക്ക് കഴിക്കാൻ പറ്റണം. ഇപ്പോൾ ഞാൻ കുറേ ഇല്ല എൻ്റെ അമ്മ വെച്ചത് തിന്നിട്ട്. സോറി. പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കി തന്നാൽ മതി. അമ്മയുടെ വറുത്തരച്ച ചിക്കൻ കറി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അമ്മമ്മ വരുമ്പോ അമ്മമ്മയുടെ കൂടെ കഴിക്കടി. കുഞ്ഞ് ഇതെന്താടി പെറുപിറുക്കണ്? അതെ, അമ്മയുടെ കുട്ടി എന്ന് പറയുന്നത് എന്തും കൊണ്ടാണെന്നറിയോ? ഞാൻ ദേഷ്യപ്പെട്ട ചീത്ത അറിയും, ഞാനൊക്കെ പറയും. എനിക്ക് എൻ്റെ മക്കളെയല്ലേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മു അച്ചു നല്ല കുട്ടികളാവാൻ വേണ്ടിയിട്ടാണേ. നിങ്ങൾക്ക് തല്ല് കിട്ടിയിട്ടില്ലല്ലോ എൻ്റെ അടുത്ത്. തല്ല് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്. തല്ല് കിട്ടിയിട്ടുണ്ടോ? തല്ലണ്ട സമയത്ത് തല്ലണം. എന്താ തല്ലിക്കൊട് ചൊല്ലിക്കൊട് എന്ന് അത്ര പറയാ. ആര്? ഞാനല്ലേ? അതെന്താ ഇപ്പോഴാണ് ആൾക്കാർ പറയില്ലേ ഡിപ്രഷനാണ് അങ്ങനത്തെ ഇതാണ് എന്നൊക്കെ പറയില്ലേ. അന്ന് നമുക്ക് എന്ത് ഡിപ്രഷൻ ഒന്നും അറിയില്ല. ഈ ഒരു കുട്ടി കരയുമ്പോഴേക്കും അടുത്ത കുട്ടി കരയും, അടുത്ത കുട്ടിയുടെ കരച്ചിൽ മാറ്റം വയ്ക്കും, വീട്ടിൽ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം അത് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമേ അതൊന്നും പറഞ്ഞറിയില്ല. അതൊന്നും അനിയനാണ് പറഞ്ഞു വെച്ചാൽ നാട്ടിലില്ല അല്ലമ്മ. എന്താ ഒരാളുടെ വയ്യായ മാറുമ്പോൾ ഇപ്പൊക്കെ എന്താ പറയുക ഡിപ്രഷനാണ് അവൾക്ക്, അല്ലെങ്കിൽ കൂടെ ചേർന്ന് നിൽക്കാണ്ടാണ്. ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഒരു ഒറ്റപ്പെടൽ വരുമ്പോഴേ അന്ന് എൻ്റെ അച്ഛൻ ലാസ്റ്റാണ് അതൊരു ഓർമ്മയാണ് ഇല്ലമ്മ. ലാസ്റ്റ് ഞങ്ങൾ വീട്ടിൽ വിരുന്ന് പോയത് അമ്മ ചെറിയ കുട്ടിയാകുമ്പോൾ വെള്ളം കോരാൻ അപ്പുറത്ത് പ്രേമ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വെള്ളം കോരുക. അച്ചുട്ടി ഗർഭിണിയാട്ടോ. അപ്പം അമ്മ പണിക്ക് പോയിക്കുക. അമ്മ വെള്ളം കോരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളം കോരാൻ വേണ്ടി പോയി. ഞാൻ വെള്ളം കോരാൻ പോയി കഴിഞ്ഞ് വന്നപ്പോഴേക്കുണ്ട് അച്ചുട്ടി അമ്മുട്ടി ആകെ കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ട്. അതാണെങ്കിലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് വാങ്ങാനും കൂടി പറ്റില്ല. അങ്ങനത്തെ സാഹചര്യമാണ്. ഈ പെണ്ണ് അമ്മൂല്ലേ മഞ്ഞപ്പൊടി മൊത്തം കളഞ്ഞേക്കുക. റോണ്ടെണ്ണ നോക്കാൻ വയ്യെങ്കിൽ കൊണ്ടേക്കടി അവിടെ 4 ആട്ടച്ഛൻ. പിന്നെ അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് കുട്ടീനെ തല്ലിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടത്? അമ്മല്ല, അപ്പോൾ അമ്മ പണിക്ക് പോയിക്കാം. അമ്മ രാവിലെ പണിക്ക് കൂട്ടോ. അത് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നതിന് നിനക്ക് എന്താണ്? എനിക്കങ്ങനെ ശീലായി. അച്ചു ഏട്ടാ കഴിച്ചേട്ടാ. എന്താ ചെയ്യലച്ചു? നിങ്ങള് പുതിയ അമ്മേനെ വാങ്ങുമോ ഇനി കൊറേ കഴിയുമ്പോ എന്നെ പറ്റാണ്ട്? നീ എന്തിനല്ലച്ചാ പറയണത്? നീ എന്തിനല്ലച്ചാ പറയണ? അച്ഛാ ഇല്ലച്ചാ പറയണത്. എന്നിട്ട് എന്നെ പറയാൻ നിൽക്കണ അവള്. അമ്മ ചോറെടുത്തിട്ട് പോയിട്ടോ. ആ കിച്ചുട്ടനും കുഞ്ഞുണ്ണിയും കുഞ്ഞനും അവിടെയാണ്. അപ്പം ഞങ്ങളേ എന്താ അമ്മ നിങ്ങൾക്ക് സുഖമാണ്, വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുക. കുറേ ഈ പ്രത്യേകിച്ചയുടെ അമ്മേനെ കണ്ടില്ല, പ്രത്യേകിച്ചയുടെ അമ്മയുടെ വിശേഷം ചോദിക്കണേ, പ്രത്യേകിച്ച് ഈ അമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. കറി ചാറ് വേണമ്മ. എന്താ കുഞ്ഞുണ്ണി എന്താണ് രണ്ടുപേരും വേണം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കണത്? വൈകുന്നേരം ആയോ ഇതാണ് കേട്ടോ. ഞാൻ ഉണ്ടല്ലോ ഇന്നൊരാൾ അവിടെ പോയി കിടന്നോളി, അവിടെ കട്ടിലും ഇതൊക്കെ വെറുതെ കിടക്കുക. തുണികളും മടക്കിക്കട്ടെ. കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. അമ്മ TV എന്തും കൊണ്ടിരിക്കണേ. കുറച്ചു നേരം സീരിയൽ ടൈം ഇല്ലമ്മ. കുറച്ചു നേരം അമ്മമ്മയ്ക്ക് കിടക്ക അവിടെ വിരിച്ചു കൊടുക്ക്. ആ ഫോണിന് അതിനൊരു കുഴപ്പമില്ല.
നിങ്ങളായിട്ട് ഇനി അത് കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി. 15 15 15. ഓ കുഞ്ഞുണ്ണി, നമ്മുടെ കുട്ടി അവിടെയല്ലേ കിടക്കണേ? ഇവിടെ കിടക്കണേ? വല്യമ്മടപ്പോ? എമർജൻസി കുഞ്ഞുണ്ണിയെ ഈ എവിടെ കിടക്കണ്? ടേബിളിന്റെ മേലെ നോട്ടെ അവിടെ കിടക്കണ്. നമ്മളാ കുറച്ച് ദിവസം ഒരാഴ്ചയില് ഒരു ദിവസം എൻ്റെ അടുത്ത് പാവല്ലേ കുഞ്ഞുണ്ണി? കുഞ്ഞുണ്ണി പാവല്ലേ കുഞ്ഞുണ്ണി? എന്താ ചൂട് വെച്ചിട്ടാ? നല്ല ചൂടാട്ടോ. അയ്യോ ചൂട്ട് പുഴുകള് പറഞ്ഞേ. ഈ നേരാകുമ്പോഴാ ചൂടൊന്നുകൂടെ കൂടുതലല്ലേ? ചൂട് മേലിന്ന് ചൂടും കൂടെ ഇറങ്ങിയിട്ട് ഇപ്പൊ എനിക്കില്ലേ ഇങ്ങനെ പുറത്ത് പോയിട്ട് അടിയിൽ പോയിട്ടാണ് അപ്പൊ കാറ്റ് പഠിച്ചത് അമ്മ എന്തൊന്നും ഉണ്ടാക്കും. കണ്ടോ കോട്ടുറുമകള് വരാൻ തുടങ്ങിട്ടോ. ഇനിയാണ് പേടി. കോട്ടുറുമകള് വന്നു കഴിഞ്ഞു വെച്ചാല് ഫുള്ള് നമുക്ക് എന്താവും, ചെവി കൂടെ കയറുന്നത് അറിയില്ല. ഇത് മേത്ത് തട്ടിയാൽ ഒരു മേല് പൊള്ളലും ഉണ്ട്. അത് മാത്രല്ല ഒരു സ്മെല്ലും ഉണ്ട് കേട്ടോ. കോട്ടരുമ അല്ല നമ്മുടെ അവിടേക്ക് ഇത്ര ഉള്ളു. ഓരോ ഭാഗത്തേക്ക് ഇത് കൂടിയിട്ട് വീട് താമസം മാറി പോണില്ലേ? ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നത് പോയിട്ട് ഇത് മേലെ ഒഴിക്കാം, രാത്രി കടക്കണമെങ്കിൽ കഴുക്. ഈ ചൂട് ഞാന് 2 നെയ്റ്റ് എടുത്തതമ്മ. അയ്യോ ആ നെയ്റ്റിക്കില്ലേ വില എന്താ വെച്ചിട്ടാ? ഇതുണ്ടോ എന്താണ്? ആകെ ആ കടയിൽ നോക്കിയപ്പോ ഇതേ ഉള്ളൂ ഒരു നല്ലത്. പെരുന്നാള് ഇത് ഇപ്പത്തെ ഞാൻ നൈറ്റ് എടുക്കുമല്ലേ ഇവിടെ ഇങ്ങനെ ഫില്ലർ വരുന്ന നൈറ്റ് എടുക്കും കേട്ടോ. അപ്പൊ അതാവുമ്പോ എനിക്കെന്താണോ ഭയങ്കര ഇഷ്ടമാവുന്നു. ഇതാണ് ഇവിടെ ഇത് ഇടാനൊരു സുഖമുണ്ട് അല്ലേ? കുറച്ച് ലൂസിൽ ഇടുമ്പോ ഇത് ഇഷ്ടമായില്ല. കഫ്താനൈറ്റ് ചെയ്ത് കേട്ടോ. ഞാൻ ഇഷ്ടേയില്ല അതവിടെ ഇരിക്കുന്നില്ല. ഇത് ആണോ ഇഷ്ടമായത്? ഇതാണോ ഇഷ്ടമായത്? എനിക്ക് രണ്ടും ഇഷ്ടമായി. രണ്ടും ഒരേപോലെ തന്നെ. അതുകൊണ്ട് ഇപ്പൊ നമ്മള് നോക്കുമ്പോഴാണില്ലേ ഇറക്കം നോക്കി നോക്കൂ. ഇത്ര രീതിയിൽ കണ്ടോ? ഇവിടെ നോക്കിക്കണ്ടില്ലേ ഇത്ര ഇറക്കുണ്ടാവും. ഇനി ഇത് ചുരുങ്ങിയിട്ട് ഇതിന്റെ കുറച്ചും കൂടി മോളിക്കാവും കേട്ടോ. അതാണ് ആകെയുള്ള പ്രശ്നം. എടുക്കുമ്പോ അപ്പൊ ഞാന് എന്താ ഇനി വിഷുവൊക്കെ ഇനി വരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു നെറ്റി എടുക്കാലോ. കുറെ ഇതിന്റെ നാശമായി നെറ്റി. കളർ എങ്ങനെയുണ്ട്? എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. ഞാൻ നെറ്റ് എടുക്കുമ്പോൾ എനിക്ക് നല്ല സെലക്ഷൻ ആണെന്ന് പറയാറുണ്ട്. അച്ഛനല്ല എടുത്തത്, ഞാൻ ഏട്ടനെടുത്തേട്ടാ. എന്റെ നെറ്റ് ഒന്നും അച്ഛൻ എടുത്ത് തരില്ല, ഒക്കെ ഞാൻ തന്നെ എടുക്കുള്ളൂ. കാരണം അച്ഛന് എടുക്കണ കളർ ലൈറ്റ് കളറുകൾ അച്ഛൻ എടുക്കുള്ളൂ. ഏത് ഞാനൊരു മറൂണൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പോയപ്പോ അത് കിട്ടിയില്ല. എന്താണ് എന്റെ സെലക്ഷൻ ഏട്ടാ? ആരുടെ സെലക്ഷനാ? ആര് സെലക്ഷനാ പറ? കുഞ്ഞുണ്ണിയുടെ. നമ്മള് വാങ്ങണ കടയിൽ പോകുമ്പല്ലേ, നമ്മള് പ്രാവശ്യം നമ്മള് വാങ്ങണ കടയിൽ നിന്ന് കേട്ടോ. അവിടെ നിന്നാകുമ്പോ 220 രൂപ നെയ്റ്റിക്ക് അടിപ്പാവാട പറഞ്ഞ എടുക്കുമ്പോല്ലേ 100 രൂപ വരുള്ളൂ കേട്ടോ. അപ്പൊ അത് എങ്ങനെയായാലും നമുക്ക് അത്ര കൊറേ നിൽക്കും. അമ്മയ്ക്ക് വേണോ? അമ്മയ്ക്ക് പിന്നെ വേണ്ട. അപ്പൊ അതുകൊണ്ട് വേണം വേണം. അമ്മ പിന്നെ നൈറ്റി അല്ലാത്ത ഇടുക. ഇപ്പൊ ഇവിടെ വരുമ്പോഴേ അമ്മ ഇടുന്നുള്ളൂ. അമ്മ സാരിയാണ് കൊടുക്കാറ്. ഞാൻ പറയാറില്ല, വീട്ടിലാണ് വെച്ചാൽ അമ്മ മുണ്ടും ജാക്കറ്റാണ് ഇടാറ്. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ വീഡിയോയിൽ ഇങ്ങനെ മുണ്ടും ജാക്കറ്റ് ഇടുമ്പോൾ ഒരു മടി, വൈക്ലഭ്യം. എന്റെ വലിയേട്ട പറയുന്ന പോലെ അമ്മ മാത്രമേ ഉള്ളൂ അവിടെ മുണ്ടും ജാക്കറ്റ് ഇടുന്നത്. അമ്മയ്ക്ക് മാത്രം മാറ്റങ്ങളില്ല. പിന്നെ നമ്മുടെ ഈ മാല ഉണ്ടോ, ഈ ഒരു മാല, ഇത് നമ്മള് നമ്മുടെ
ബിസിനസിന് വേണ്ടി കൊണ്ടുവന്നതാട്ടോ. ഇത് ഞാൻ ഇതൊക്കെ അമ്മ ഇട്ടിട്ട് എന്താ അവർക്ക് എങ്ങനെ ഉണ്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കണ്ടോ ഊരമ്മത് അത് കാണിച്ചു തീർക്കണ്ടേ. അമ്മൂനാണെങ്കിലോ ഊരുന്നതാണോ കണ്ടില്ലേ. ഇത് നമ്മളത് ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോ 1 മാസത്തിന്റെയൊക്കെ മുകളിൽ അമ്മ ഇടാൻ തുടങ്ങിയിട്ട് 10 ദിവസമായിട്ടുള്ളൂ. കണ്ട ഇത് കാണാൻ നല്ല സ്ഥലേ. അമ്മമാരുടെ മക്കളോട് അമ്മമാരുടെയൊക്കെ മക്കളോട് രസമുണ്ടോ? അത്ര പോലെ ഒരു മാലയൊക്കെ ഏത് കാലത്ത് വാങ്ങാൻ പറ്റും. ഇനിയിപ്പോ ഫസ്റ്റ് നമ്മള് കൊണ്ടുവന്നത് വാങ്ങിയത് അമ്മേന്ന് കേട്ടോ. ഫസ്റ്റ് തൈശ്ശേരി എൻ്റെ അമ്മയ്ക്കാണ്. അമ്മ അന്ന് വന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യം അമ്മ വന്നിരുന്നില്ല, 1 മാസം മുമ്പ് അമ്മ വന്നപ്പോ ഞാൻ അമ്മയ്ക്ക് കൊടുത്തതാണ് കേട്ടോ. നമ്മൾ ഇട്ടിട്ട് അലർജി ഉണ്ടോ എന്തെങ്കിലും നോക്കണേ, നമുക്ക് പേടിയാണ് കേട്ടോ. നമ്മള് എന്താണെന്ന് വെച്ചാല് എല്ലാം നോക്കിയിട്ട് ചെയ്യാച്ച ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മള് വിശേഷം നിർത്തുകയാണ് കേട്ടോ. പിന്നെ ഈ വീട് കേറിയിട്ട് വീട് താമസം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര മാസമായി? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസമായില്ലേ? 4 മാസമായിട്ട് ഇപ്പോഴാണ് നമ്മുടെ വീട്ടിൽ തലേടമായിട്ട് വരുന്നതിന്. 4 മാസം 3 മാസം. ഡിസംബർ 28 ഞങ്ങള് താമസം കടക്കാൻ തുടങ്ങിയിട്ട് നമ്മള് കുറച്ചായിട്ട് ഞങ്ങള് മാത്രം, ഞങ്ങൾ കുട്ടികളും കേട്ട് ഞങ്ങള് മാത്രം കേട്ടോ. ഇപ്പോഴാണ് ഒരു തലേണ വാങ്ങിക്കുന്നത്. തലേണ വാങ്ങി പറയുമ്പോ തലേണ വെക്കാൻ പാടില്ല പറയിട്ടായിട്ടാണ് ഒരു വീട്ടിക്കുന്നുണ്ടപ്പോ ഇതിലും ഇപ്പോഴേ നമ്മുടെ വിശേഷം നിർത്തുകയാണെ. അമ്മ എന്താ വർത്താനം പറയാത്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അമ്മയ്ക്ക് എന്താ വെച്ചാൽ ക്ഷീണം ഒക്കെ പാടെ ചൂടും എല്ലാം പാടെ ഇട്ടിട്ടാ. പിന്നെ എന്താ വെച്ചാൽ TV കാണാൻ വെച്ചാൽ കാണട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷം അതല്ലേ അല്ലേ സീരിയൽ കാണട്ടെ വിചാരിച്ച് നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട്